ഹോണ്ട സിറ്റി 2014 മോഡൽ വണ്ടിയാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു അമേസിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. 2022 മോഡൽ വണ്ടി, പുതിയ മോഡൽ അമേസ് പെട്രോളിൻ്റെ. അപ്പോൾ അതിൽ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ ഫ്യൂൽ എക്കണോമീൻ്റെ ലൈറ്റാണ് കാണിച്ചത്. അപ്പോൾ ഈ ഹോണ്ട സിറ്റിയിൽ ഫ്യൂൽ എക്കണോമി ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സൈഡിൽ രണ്ട് പച്ച കളർ കണ്ട, അതാണ് എക്കണോമി ലൈറ്റ്. നമ്മൾ കറക്റ്റ് മൈലേജിൽ ഓടിക്കുന്ന സമയത്ത് അത് പച്ച കളറാവും, അതാണ് ഇതിൻ്റെ എക്കണോമി ലൈറ്റ്. അത് എക്കണോമി ലൈറ്റ് അല്ലെങ്കിൽ അത് കണ്ട ഇപ്പം നീല കളർ വേണ്ട, മാറി വീണ്ടും പച്ച തന്നെയായി വന്നു. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ ആ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോഴുള്ള മൈലേജും കൂടി കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായി നേരത്തെ ആ അമേസിൻ്റെ വീഡിയോയിൽ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ഞാനത് ആ മൈലേജ് കാണിക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയി. ആ സമയത്ത് എക്കണോമിയിൽ ഓടുന്ന സമയത്ത് ഉള്ള മൈലേജ് കാണിക്കാൻ വിട്ടുപോയി. അപ്പോൾ ഈ വണ്ടി ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ ട്രിപ്പ് കണ്ട, ആവറേജ് കിലോമീറ്റർ ഞാൻ 0 ആക്കി. ആവറേജ് കിലോമീറ്റർ ഞാൻ 0 ആക്കിയിട്ട് ഇതാ ഇപ്പോൾ കറക്റ്റ് ആ മൈലേജിൽ ഓടുന്നുണ്ട്. കണ്ടാ, ഒന്നുകൂടെ 0 ആക്കിയിട്ട് കാണിച്ചു തരാം. കണ്ടാ, ഇപ്പോൾ 0 ആയി. ഇനി കറക്റ്റ് ഫ്യൂൽ എക്കണോമിയിൽ ഓടുമ്പോൾ എത്ര മൈലേജ് കിട്ടുമെന്ന് നോക്കാം. നമുക്ക് ചെറിയൊരു ദൂരെയൊക്കെ പറ്റും, ട്രാഫിക്കൊക്കെ ആകുമ്പോൾ അതിനനുസരിച്ച് വേരിയേഷൻ വരും. കണ്ടാ, ഇപ്പോൾ ഓൾറെഡി 12 കാണിച്ചു. കറക്റ്റ് നമ്മൾ ആ ഫ്യൂൽ എക്കണോമിയിൽ പോകുമ്പോഴുള്ള മൈലേജാണ്. കറക്റ്റ് ലോങ് ഡ്രൈവിലൊക്കെയാണ് കൂടുതൽ മൈലേജ് കിട്ടുക. ട്രാഫിക്കൊക്കെ വരികയാണെങ്കിൽ അതിനനുസരിച്ച് ആ ആവറേജ് ഇത് കുറയും. കണ്ടാ, ഇപ്പോൾ ഓൾമോസ്റ്റ് 11, നേരത്തെ 15 കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഏകദേശം ഒരേപോലെ കറക്റ്റ് ഏകദേശം ട്രാഫിക്കൊന്നും ഇല്ലാതെ കറക്റ്റ് ആവറേജിൽ, അഥവാ ഫ്യൂൽ എക്കണോമി ആ ഒരു റേഞ്ചിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനവിടെ ആ ആവറേജ് എന്നുള്ളത് ഡിസ്പ്ലേ മാറ്റി കിലോമീറ്ററിൻ്റെ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ കിലോമീറ്റർ ഞാൻ ആവറേജ് കിലോമീറ്റർ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ആവറേജ് 13 ഇത് നമ്മൾ പോകുന്നതിനനുസരിച്ച് കൂടി വരും. കറക്റ്റ് എക്കണോമി അഥവാ ആ ഗ്രീൻ ലൈറ്റ് കത്തുന്ന ആ കണ്ടീഷനിൽ വണ്ടി ഓടിക്കുകയാണെങ്കിൽ അത് കൂടി വരും. ഇപ്പോൾ 14.5 വേണ്ട ആവറേജ്. ഇതൊക്കെയാണ് മൈലേജ്. നമുക്ക് ലോങ് ഡ്രൈവിലേക്ക് ആകുമ്പോൾ കറക്റ്റ് നമ്മൾ ഒരു നിശ്ചിത സ്പീഡിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുമായിരിക്കും. അപ്പോൾ ആ ഒരു സ്പീഡ്